ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ദോശമാവ് ഉപയോഗിച്ചുകൊണ്ട് തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു പലഹാരമാണ് കുഴിപ്പനിയാരം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടാലോ. അപ്പോൾ കുഴിപ്പനിയാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം മാവിൽ ഒന്ന് താളിച്ച് കൊട്ടാനുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ആ കടുകൊന്ന് പൊട്ടി വരട്ടെ. അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി ചതച്ചത്, അതൊന്ന് എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത്, അതും കൂടി ചേർത്ത് ഇളക്കാം. രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇതും കൂടി ചേർത്ത് നന്നായി ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഒരു സ്പൂൺ വെള്ളം ഉഴുന്ന്, ഒരു സ്പൂൺ കടലപ്പരിപ്പ്, ഇത് രണ്ടും കൂടെ നന്നായി ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. ഒരു ചുവന്ന പരുവം വരുന്നവരെ ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് ഓപ്ഷനിലാണ്. ഇത് കടലപ്പരിപ്പും ഉഴുന്നപ്പരിപ്പൊക്കെ ഇട്ടാൽ നല്ല മണമായിരിക്കും. ഇനി കുറച്ച് മല്ലിത്തഴിയും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞത്, ഇതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ താളിച്ചത് ഈ ഇന്നലെ അരച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് കൊട്ടാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. ഇതെല്ലാം ഇവിടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. താളിച്ച് കൊട്ടാദ്യം നമുക്ക് ഈ കുഴിപ്പനിയാരം ഉണ്ടാക്കാം കേട്ടോ. കാരണം ഇത് താളിച്ച് കൊട്ടുമ്പോൾ നല്ല മണമായിരിക്കും, കുറച്ചുകൂടെ രുചി കൂടും. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഇനി അതൊന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് ഓരോ കുഴിയിലേക്ക് ഒരര സ്പൂൺ വീതം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി എണ്ണയൊന്ന് ചൂടായി നോക്കട്ടെ. അല്ലെങ്കിൽ കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതൊന്ന് പൊള്ളി വന്നു കഴിഞ്ഞാൽ എണ്ണ ചൂടായി എന്നർത്ഥം. ഇനി ഇതിലേക്ക് ഓരോ സ്പൂണായിട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ. കൂടുതൽ കരിയാൻ പാടില്ല. ഒരു സൈഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ രണ്ട് സൈഡും ഒരു ഗോൾഡൻ പരുവമായി എന്ന് തോന്നിയാൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. രണ്ട് സൈഡും ഒന്ന് വെന്താൽ നോക്കട്ടെ. രണ്ട് സൈഡും ഗോൾഡൻ പരുവമായിട്ടുണ്ട്. ഒരു ചുവന്ന കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. രണ്ട് സൈഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കാം. ഇന്നലത്തെ ദോശമാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ കുഴിപ്പനിയാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമായിരിക്കും. കാരണം നമ്മൾ എല്ലാ ദിവസവും ഇഡ്ഡലി, ദോശ, അപ്പം ഇതുപോലെ കഴിക്കുമ്പോൾ ഇനി വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഒരു ദിവസം ഇങ്ങനെ കുഴിപ്പനിയാരമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ നമ്മുടെ കുഴിപ്പനിയാരം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ തമിഴ്നാട് സ്റ്റൈലിലുള്ള കുഴിപ്പനിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉറപ്പായി ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. എല്ലാവർക്കും ബൈ.